പരിശുദ്ധനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം വ്യക്തമാക്കുന്നു: ഞാൻ കൃതജ്ഞത സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോന പ്രവാചകൻ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ഓർക്കുകയും അവിടുത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കഷ്ടതയിൽ കർത്താവ് യോനയെ കൈവിടിഞ്ഞില്ല. യോനയെ സമുദ്രവലയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പൊക്കിയെടുത്ത് അവന്റെ ജീവനെ പാതാളത്തിന് വിട്ടുകൊടുക്കാത്ത നല്ല കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു. മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവനെ രക്ഷിച്ചു. യോന പറഞ്ഞു, ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. സ്നേഹമുള്ളവരെ, യോന അനുസരണക്കേട് കാണിച്ചുവെങ്കിലും അവനോട് ക്ഷമിച്ച് വീണ്ടും ദൈവഹിതം ചെയ്യുവാൻ പറഞ്ഞ ദൈവം നമ്മോടും പറയുന്നത് ഇപ്രകാരമാണ്: ദൈവഹിതം എന്തെന്ന് പഠിക്കുക. പാപികളുടെ വഴികളിൽ വ്യാപരിക്കാതെ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതെയും ഇരിക്കുക. നമ്മെ പരിഹസിക്കുന്ന പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. നിന്റെ പ്രതികൂല സാഹചര്യത്തെ അവിടുന്ന് എടുത്തുമാറ്റും. നിന്റെ ജീവിതത്തിലെ കൈപ്പേറിയ സാഹചര്യത്തെ അവിടുന്ന് മധുരമുള്ളതാക്കി തീർക്കും. സ്നേഹമുള്ളവരെ, ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നിടത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. നന്മയുടെ എല്ലാ വഴികളും നമ്മുടെ മുൻപിൽ അടയുമ്പോൾ കർത്താവായ യേശു നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യോനായെ രക്ഷിച്ച ദൈവം നമ്മെയും രക്ഷിക്കും. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രങ്ങൾ ആലപിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ യേശുവേ, അങ്ങേക്ക് ആരാധന. നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ഓ യേശുവേ, അങ്ങേക്ക് ആരാധന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവേ, കർത്താവേ, ഞങ്ങളുടെ വേദനകൾ അറിയുന്ന അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആത്മാവിനായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമീ ആരാധന. കർത്താവേ, യേശുവേ, ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ
കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുന്ന് മാറ്റണം യേശുവേ. കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ പ്രതികൂലമാകുന്ന സാത്താനെ അവിടുന്ന് ആട്ടിയകറ്റണം. അവിടുത്തെ അഭിഷേകത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ യേശുവേ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷത്തിൽ അവിടുത്തെ സാന്നിധ്യം കടന്നു വരണമേ. കുംഭങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷം യേശുവേ ആരാധന. എന്റെ കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. യേശുവേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് കടന്നു വരണമേ കർത്താവേ. ഓ യേശുവേ, അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ മഹത്വപ്പെടുത്തുന്ന യേശു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.